ബിഗ് ബോസ് കാണിച്ച അനീതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അനുമോള്. ആ വീട്ടിൽ അനുമോൾക്ക് മാത്രമേ അതിനുള്ള ധൈര്യമുള്ളൂ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഈ ആഴ്ച ബിഗ് ബോസ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് 3 പേരെയാണ്. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയ അക്ബറിനെയും ആരിനെയും നെവിനെയും യാതൊരു മത്സരവും കൊടുക്കാതെ, ടാസ്ക് ഒന്നും കൊടുക്കാതെ 3 പേരെയും ഒരുമിച്ച് ക്യാപ്റ്റനാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ്. ഇത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് അനുമോൾ. ബിഗ് ബോസിനെതിരെ സംസാരിച്ചിരിക്കുകയാണ് അനുമോൾ. അതായത് മറ്റുള്ളവരെല്ലാവരും ടാസ്ക് വഴി ക്യാപ്റ്റനായപ്പോൾ ഇവിടെ ഒരേ ടൈമിൽ ഒരു ഗ്രൂപ്പിനെ പിടിച്ചങ്ങ് ക്യാപ്റ്റനാക്കി. അത് ശരിയായിട്ടുള്ള കാര്യമല്ല, അത് ഫെയർ അല്ല എന്ന് അനുമോൾ തുറന്നു പറഞ്ഞു. ബാക്കി എല്ലാ ആഴ്ചകളിലും തങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ജയിച്ചാണ് ക്യാപ്റ്റനാവുന്നത്. ഇപ്പോൾ മാത്രം ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വീക്കിൽ 3 ക്യാപ്റ്റനെ വെച്ച് എടുത്തിരിക്കുന്നത് എന്തൊരു മോശം കാര്യമാണെന്നാണ് അനുമോൾ ചോദിച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ക്യാപ്റ്റന്മാരാകുമ്പോൾ ആ വീട്ടിൽ ആൾക്കാർ കുറവായിരിക്കും, ക്യാപ്റ്റന്മാർ മാത്രമായിട്ട് മാറും. ഇനിയിപ്പോൾ വെസൽ ടീം, ക്ലീനിങ് ടീം, അങ്ങനെ ഓരോ ടീമിലും ഓരോ ക്യാപ്റ്റനെ വെച്ച് എടുക്കുമ്പോൾ അവിടെ മുഴുവൻ ക്യാപ്റ്റന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം പോലെയായി മാറും. അപ്പോൾ ഇത് അനുമോക്ക് മാത്രമാണ് പറയാനുള്ള ധൈര്യം കാണിച്ചത്. സാധാരണ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന അനീഷ് പോലും, ഷാനവാസ് പോലും ഈ കാര്യത്തിൽ മൗനം പാലിച്ചപ്പോൾ അനുമോൾ ബിഗ് ബോസിനെതിരെ വ്യക്തമായ രീതിയിൽ തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ അനുമോയുടെ ഭാഗത്ത് തന്നെയാണ് 100% ന്യായമെന്നാണ് എൻ്റെ വിശ്വാസം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.